എന്റെ മുത്തിയമ്മേ, അടങ്ങിയിരിക്കാൻ പറഞ്ഞ കേക്കത്തില്ല. കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. ഒറ്റ കൈവച്ച് വെട്ടുമ്പോ കാലെ കൊണ്ട പിന്നെ കാലുമില്ലാണ്ടാവും. എന്നെ സങ്കടപ്പെടുത്താനായിട്ട് ഓരോന്നിങ്ങനെ ചെയ്തോളൂ. ഈ മുത്തിയമ്മയുടെ വർത്താനം കേട്ട് നീ എന്തിനാ ഇങ്ങനെ ചുമ്മാതാണോ? കാര്യല്ലേ മുത്തിയമ്മ പറഞ്ഞത്? ഇനി തന്നേ. വിട്, കുഴപ്പമില്ല, ഞാൻ സൂക്ഷിച്ചോളാം. ഇത് വല്ലാത്ത കഷ്ടം തന്നെയാ. ദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അകത്തായാലും പുറത്തായാലും നിന്നെ കൊണ്ടൊരു പണി ഞാൻ ചെയ്യിക്കുകയല്ല. അതെന്താടാ കരിമ? വയറ്റിലുണ്ടായാ പിന്നെ പെണ്ണുങ്ങൾ വീട്ടുജോലി ഒന്നും ചെയ്യൂലേ? അതുകൊണ്ടല്ല മുത്തി, പാർവതി ഡോക്ടർ പ്രത്യേകം പറഞ്ഞാ സൂക്ഷിക്കണമെന്ന്. എവളോട് തന്നെ പറഞ്ഞത്. ഓ, അതൊക്കെ ഡോക്ടർമാരെപ്പോഴും പറയും. എടാ മോനെ, പേരിന് ആദിവാസിയൊക്കെ ഒരു രീതിയുണ്ട്. അതനുസരിച്ച് ഈ വിളങ്ങ് പെറ്റാ മതി. അല്ലേടി ചിന്നു? നീ എന്തിനാടാ ചുമ്മാ ഡോക്ടർമാരെ കാണിക്കാൻ പോയത്? അതുകൊണ്ട് കുഴപ്പം മനസ്സിലായി, അത്ര തന്നെ. ചിന്നുന്റെ ഗർഭപത്രത്തിന് ഒട്ടും ശക്തിയില്ലെന്നാ പാർവതി ഡോക്ടർ പറഞ്ഞത്. മരുന്നൊക്കെ കഴിച്ചാല് കുഞ്ഞിനെ താങ്ങാനുള്ള ശക്തി ഗർഭപത്രത്തിന് കിട്ടുള്ളൂന്നാ പറഞ്ഞേ. അത് 4 മാസം തൊട്ട് തന്നെ വേണം. അതുവരെ വളരെ സൂക്ഷിക്കണം. അടുപ്പിന്ന് കഞ്ഞി പോലും ഇറക്കി വെക്കാൻ പാടില്ല. ഇനി മുത്തി പറ, ഇവളെ കൊണ്ട് ഞാൻ പണിയൊക്കെ ചെയ്യിക്കണോ? എന്റെ മലങ്കാളി, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ല. കൊച്ചിന് വല്ലതും പറ്റുമെന്ന് ഓർത്തല്ല എനിക്ക് വിഷമം. എവക്ക് വല്ലതും പറ്റിപ്പോയാ ഞാൻ പിന്നെ... മിണ്ടിപ്പോകരുത് രണ്ടും. കാറ്റിനും കാറ്റാടിക്കും വരെ ചെവിയും നാക്കുമുള്ള കാലമാ. അതുകൊണ്ട് കളി വേറെ, കഥ വേറെ. മനസ്സിലായോ? ഇതെന്തുവാ ഇത്ര മനസ്സിലാക്കാൻ? നമ്മൾ തമ്മിലുള്ള ഇടപാടിനെ പറ്റി കമാന്ന് 4 അക്ഷരം മിണ്ടാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. ആ, അത് തന്നെ. ഇനി മാത്യൂസ് അവസാന കളി കളിക്കാൻ പോവുക. അത് ജയിക്കാൻ വേണ്ടി കൊല്ലണമെങ്കിൽ കൊല്ലാൻ വരെ ഞാൻ തയ്യാറാ. അതിനിപ്പോ മടിക്കാൻ എന്തിരിക്കുന്നു മുതലാളി? മുതലാളി ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട, എന്തിനും ഞങ്ങളുണ്ട് കൂടെ, അല്ലേ രാജ? കൂടെ നിന്ന ചുമ്മാ നക്കാപ്പിച്ച ഗുണമല്ല നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നേ. ലക്ഷങ്ങളുടെ നേട്ടമാ. അതിനാദ്യം വേണ്ടത് കണ്ണ് തുറന്നു വെച്ച് നാക്കടച്ചു വെക്കലാ. ഇനിയിപ്പോ കൊച്ചു ത്രേസ്യാച്ചയെടുത്തിയ ആശുപത്രിയിൽ നിന്ന് നമ്മുടെ താവളത്തിൽ എത്തിക്കണം. അവരുടെ ബുദ്ധിക്കൊന്നും ഒരു കുഴപ്പമില്ലെന്നാ ആശുപത്രി ചെന്നപ്പോ എനിക്ക് മനസ്സിലായേ. ഞാൻ കൂടെ കൂടെ അവിടെ കയറി ഇറങ്ങുന്നത് കൊണ്ട് എല്ലാവരും കരുതിയിരിക്കുന്നത് ഞാൻ ചേട്ടത്തിയുടെ അനിയനാണെന്നാ. നമുക്ക് അതേലൊരു പിടുത്തം പിടിക്കാം. കൊച്ചു ത്രേസ്യ നമ്മുടെ കയ്യിലായാൽ ചില്ലറ കാശല്ല അവരുടെ കയ്യിലുള്ളത്. പോരാത്തതിന് ഏക്കർ കണക്കിന് എസ്റ്റേറ്റുകളും. അവരൊരു പൊന്മുട്ടയിടുന്ന താറാവാ. എനിക്ക് ആ താറാവിനെ വേണം. എനിക്കറിയാം, സ്വന്തം കാര്യം കാണാൻ വേണ്ടി അവൻ എന്ത് തെമ്മാടിത്തരം കാണിക്കാൻ മടിക്കില്ല. ഇനിയിപ്പോ നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? കല്യാണം പറഞ്ഞുറപ്പിച്ച് ചെറുക്കനും പെണ്ണും ഒളിച്ചോടി പോയി കല്യാണം നടത്തുക ലോകത്ത് എവിടെയെങ്കിലും കേട്ടുകേൾവിയുള്ള കാര്യമാണോ ഇത്? ഒന്നും അറിയാത്ത നാട്ടുകാരെ നീ ബഹളം വെച്ച് അറിയിക്കാൻ നോക്കണ്ട. അല്ലെങ്കിലും ഇനിയിപ്പോ ബഹളം വെച്ചിട്ട് എന്താ കാര്യം? കോടതി പിരിഞ്ഞ ശേഷം ന്യായം പറയുന്ന അവസ്ഥയല്ലേ ഇത്? ഇത്രയും കാലം കല്യാണം നടത്താതെ നീട്ടിക്കൊണ്ടുപോയത് നിങ്ങളൊക്കെ തന്നെയല്ലേ? അവസാനം മൃദുലയെ ആവശ്യപ്പെട്ടു പലതവണ. ഓരോരോ മുട്ടുന്യായം പറഞ്ഞ് കല്യാണം നടക്കത്തില്ല എന്നുള്ളൊരു അന്തരീക്ഷം നിങ്ങൾ ഉണ്ടാക്കി. പ്രഗ്നന്റ് ആയ മൃദുല പിന്നെ എന്ത് വേണം? ഐ ഫുള്ളി സപ്പോർട്ട് ദം. ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് എന്താ സോഫി കാര്യം? നീ വിചാരിച്ച അവരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോളെ? എങ്ങനെ? പോലീസ് ഫോഴ്സ് ഉപയോഗിച്ച് അല്ലേ? അവൾ പ്രത്യേകം കത്തിൽ എഴുതിയിട്ടില്ലേ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കണ്ടെന്ന്? അത് പിന്നെ ഒരു ഒളിച്ചോട്ടം നടത്തുമ്പോ എല്ലാവരും പറഞ്ഞ കാര്യല്ലേ ഇത്? അവരെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഇമ്മോറൽ ട്രാഫിക്കിന് അറസ്റ്റ് ചെയ്യാനോ? അയ്യോ, അതല്ല. കല്യാണത്തിന് എല്ലാവർക്കും സമ്മതാന്ന് പറയാനാ. എനിക്ക് സമ്മതമല്ല. അവന്റെ മോനാണെന്ന് പറയുന്നത് തന്നെ എനിക്ക് ലജ്ജയാ.
കാലം മാറിയാലും ചിലരുടെ കോലം മാറത്തില്ല, മനസ്സിലെ മാടമ്പിത്തരവും മാറത്തില്ല. മതി. നമ്മളുടെ കൂടിയത് തമ്മിലടിക്കാനല്ല, ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിക്കാനാ. അപ്പൂപ്പ, ഞാനൊരു കാര്യം പറയാം. ഇതിൽ പോലീസിനെ ഇടപെടിക്കാനോ അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനോ ഞാൻ ശ്രമിക്കില്ല. പാർവതി ആന്റിക്ക് വേണമെങ്കിൽ സ്വന്തം നിലയ്ക്ക് ഒരു പരാതി എഴുതി കൊടുക്കാം. പക്ഷേ അതിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. ആത്മഹത്യ ചെയ്താലോ? ഹു വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ്? അപ്പോ നമ്മളൊന്നും ചെയ്യേണ്ടെന്നാണോ മോള് പറയുന്നത്? അതെ, തിരിച്ചു വരുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ചാവാൻ പോയതല്ല. മാത്രമല്ല, നിതിൻ അങ്ങനൊന്നും ചാവുന്ന ആളുമല്ല. അവൻ ചാവില്ല, പക്ഷെ കൊല്ലും. സ്വത്തിന് വേണ്ടി ഹണിമൂണിന്റെ പേരും പറഞ്ഞ് അവൻ അവളെ ചതിക്കും, അപകടപ്പെടുത്തും. അതാ എന്റെ മോൻ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മക്കളെ നല്ല കാര്യം പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് അവർ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴാ. അന്ന് അതിന് ശ്രമിക്കാതെ രാഷ്ട്രീയം കളിച്ചിടന്നു നീ. ഇന്നിപ്പോ പതിരിൽ വളം വെച്ച് വിളവ് നന്നാക്കാൻ നോക്കുന്നോ? അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, മൃദുല മോളെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാ. സെലീന പോലീസുകാരോട് പരാതിപ്പെട്ടില്ലെങ്കിൽ പരാതി ഞാനെഴുതി കൊടുക്കാം. അർജുന, അവിടെ നിൽക്കേ. അവിവേകം ഒന്നും കാണിക്കരുത് നീ. ഇപ്പൊ അവിവേകം കാണിക്കുന്നത് ഞാനല്ല, നിങ്ങളൊക്കെ തന്നെയാ. ഞാനിതെവിടാ കുഞ്ഞെ? ഇത് പറുദീസ അല്ലയോ ചേട്ടത്തി? കുഞ്ഞേതാ? എനിക്കറിയത്തില്ലല്ലോ. ഇതാരുടെ വീടാ കുഞ്ഞെ? ഇതിപ്പോ തൽക്കാലം ആരുടെയും വീടല്ല. തെങ്ങുമൂട്ടിൽ അന്നാമയെ അറിയോ ചേട്ടത്തിക്ക്? അറിയാം. ആ അന്നാമ്മയ്ക്ക് അവരുടെ അപ്പം കൊടുത്ത വകയിലുള്ളൊരു വീടായത്. ഇതിനൊരു അവകാശിയെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാ ഞാൻ. ആന്നോ? നല്ല കാര്യം. പക്ഷേ എന്നെ എന്നാത്തിനാ കുഞ്ഞെ ഇവിടേക്ക് കൊണ്ടുവന്നേ? ഇതെന്നതാണെന്ന് ചേട്ടത്തിക്ക് മനസ്സിലായോ? ഇത് സായിപ്പ് തന്ന സ്വത്തുക്കളുടെ പ്രമാണങ്ങളല്ലയോ? ഹാവൂ, അപ്പൊ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ബുദ്ധിക്കും തകരാറില്ല. ഇനി ഞാൻ കാര്യമെന്ന് പറയാം. ഈ സ്വത്തുക്കള് എന്റെ പേരിൽ ഇഷ്ടദാനമായിട്ട് എഴുതി തരണം ചേട്ടത്തി. അതിനല്ലയോ ഞാൻ ഇപ്പൊ ഇങ്ങ് കൊണ്ടുവന്നേ. അപ്പോ എന്നെ ചതിക്കാൻ കൊണ്ടുവന്നല്ലയോ? അതിങ്ങ് തന്നാട്ടെ. അതൊക്കെ കുന്നുമ്മേ പള്ളിക്കുള്ളതാ. ഓ പിന്നെ ഇത് കിട്ടിയേച്ച് വേണം പള്ളി നടത്തിക്കൊണ്ട് പോകാൻ. തള്ളേ, എന്റെ തനിക്കുണം പുറത്തു വരുന്നതിന് മുമ്പ് ഈ പത്രത്തിൽ ഒപ്പിട്ടോ? എന്നെ എങ്ങ് കൊന്നേര്. എന്നാലും അനാഥ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ടത് ഒരുത്തനും ഞാൻ തരത്തില്ല. തള്ളേ, ഈ പത്രത്തിൽ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. രണ്ടിനെ ഒരു മുറിയിലിട്ട കാവൽ എളുപ്പമാണ് മുതലാളി. ആ, ഒന്നിച്ചാണേ ഒന്നിച്ച്. പക്ഷേ കാര്യം നടന്നില്ലെങ്കിൽ രണ്ടിനെയും ഒരു കുഴിയിൽ തള്ളും ഞാൻ. എന്തിനാ മോളെ ഇവിടെ വന്ന് കാണണമെന്ന് പറഞ്ഞത്? വലിച്ച, ഞാൻ സസ്പെൻഷനിലാണെങ്കിലും ഓഫീസ് കാര്യങ്ങളിൽ ഇപ്പോഴും ഫ്രാൻസിസിന് അഡ്വൈസും സജഷനും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോ സത്യം പറഞ്ഞ വലിച്ചിനൊന്ന് ചോദ്യം ചെയ്യാനാ വിളിച്ചു വരുത്തിയത്. ചോദ്യം ചെയ്യാനോ? എന്തിന്? ബോബന്റെ അമ്മച്ചിയെ വീട്ടിൽ നിന്ന് കാണാതായിരിക്കുക. കൂട്ടത്തിൽ അമ്മച്ചി എനിക്ക് തന്ന പ്രമാണങ്ങളും ബോബന്റെ അപ്പച്ചൻ സൂക്ഷിച്ചിരുന്ന ത്രേസ്യാമ്മച്ചിയുടെ സ്വത്തുക്കളുടെ പ്രമാണങ്ങളും കാണാനില്ല. അതുകൊണ്ട് നീ എന്താ സെലീന ഉദ്ദേശിക്കുന്നത്? തെളിച്ചു പറ. അമ്മച്ചി സ്വയം വീട് വിട്ടു പോയതാണെങ്കിൽ
ഒരിക്കലും പ്രമാണങ്ങളോ ആഭരണങ്ങളോ ഒന്നും കൂടെ കൊണ്ടുപോവില്ല. അതിന്റെ അർത്ഥം പ്രമാണങ്ങൾ കൊണ്ടുപോയത് വേറെ ആരോ ആണെന്നാ. ഓ, ഇപ്പോ മനസ്സിലായി. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുക. പോരാത്തതിന് പണ്ടത്തെ ഒരു ദുഷ്പേരും കിടപ്പുണ്ടല്ലോ, പ്രമാണം മോഷ്ടാവ്. എന്തിനാ മോളെ പിന്നെയും കുടുംബങ്ങളൊക്കെ നോക്കുന്നത്? സാറേ, ഇതൊരു കുടുംബ പ്രശ്നമായിട്ട് പോലീസിന് തള്ളിക്കളയാൻ പറ്റത്തില്ല. കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്വത്തുക്കളാ. അതൊക്കെ വ്യാജ പ്രമാണം ചമച്ച് കൈമാറിപ്പോയാൽ പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ സാർ. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? പ്രമാണങ്ങൾ മോഷ്ടിച്ച ഞാനാണെന്നോ? എന്നാ വിലങ്ങ് വെച്ചോ, എന്നിട്ട് ലോക്കപ്പിലിട്. ഞാൻ കുറ്റം സമ്മതിച്ചോളാം. വലിച്ചു ക്ഷോഭിക്കണ്ട. ചോദ്യം ചെയ്യൽ ഒരിക്കലും കുറ്റാരോപണമല്ല. കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പോലീസ് ഉപയോഗിക്കുന്ന മാർഗം ക്രൈമിന്റെ മാർഗത്തിലുള്ള എന്തിനെ ഏതിനെയും ചോദ്യം ചെയ്യുക എന്നുള്ളത്. അപ്പോ ഞാൻ ക്രൈമിന്റെ മാർഗത്തിലുള്ള ആളാണെന്ന് അല്ലേ? വലിച്ചും തെറ്റിദ്ധരിച്ചു. ഒരു ക്രൈമിന്റെ റൂട്ടിലേക്ക് പോലീസ് എത്തിപ്പെടുന്ന മാർഗം എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ചിലപ്പോ 4 or 5 വഴികൾ പോലും പോലീസ് കാണും. ആ വഴികളിലൊക്കെ സാക്ഷികളോ ചിലപ്പോ കുറ്റവാളികൾ തന്നെയോ കണ്ടേക്കാം. സാക്ഷികളെയും പോലീസ് ചോദ്യം ചെയ്യാറില്ലേ? തെങ്ങുമൂട്ടിൽ തറവാടുമായിട്ട് എനിക്ക് എന്താ ബന്ധം? അവിടെ കയറി ഞാൻ പ്രമാണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ? സാറങ്ങനെ പറഞ്ഞില്ല, ഞാനും പറഞ്ഞില്ല. പിന്നെന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾക്കിപ്പോ എന്താ അറിയേണ്ടത്? ത്രേസ്യാമ്മച്ചിയുടെ സ്വത്തുക്കൾക്ക് 2 ആവശ്യക്കാരെ ഉണ്ടായിട്ടുള്ളൂ. ഒന്നാമൻ ഫിലിപ്പോസ്, രണ്ടാമൻ നീരേറ്റ് അർജുനൻ. ഫിലിപ്പോസ് ഭ്രാന്തനായി എവിടെയൊക്കെ അലയുന്ന അവസ്ഥയാ. പിടികിട്ടാ പുള്ളിയായ അയാൾ സ്വന്തം വീട്ടിലുള്ള പ്രമാണങ്ങൾ മോഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ തമാശയാവും. പിന്നെയുള്ളത് വല്യച്ഛനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ള ഒറ്റ വഴിയാ. അതാ ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നേ. തൽക്കാലം വല്യച്ഛൻ പൊയ്ക്കോ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഫ്രാൻസിസ് വിളിക്കും. സഹകരിക്കണം. കഞ്ഞിക്കല്ല് ഇറക്കി വെക്കാറായെന്ന് നോക്ക് ചിന്നു. ആയില്ല കരുമ. വിറക് വിഴുങ്ങണ അരിയാ, വേവ് കൂടുതലാ. ആ വാ. കുഞ്ഞുടുപ്പ് തന്നെയാണോ? ഏയ് അല്ല, ഇത് കരുമന്റെ തുണിയാ. ആ, പങ്കിയേണ്ടി വന്നില്ലേ? കുറച്ച് കഴിയുമ്പോ വരും. അവള് പുഴയ്ക്കക്കരെയുള്ള മാടങ്കോവിൽ തൊഴാൻ പോയിരിക്കുക. ഒരു കൈ കൊണ്ടുള്ള പണിയൊക്കെ ശീലമായി തുടങ്ങിയോ കരുമ? ആയി വരുന്നു ചോദിച്ചേ. ഉള്ളത് കൊണ്ട് ഓണമെന്നല്ലേ പറയുന്നേ. ശീലമാകും, ആയല്ലേ പറ്റത്തുള്ളൂ. ഇത് കണ്ടില്ലേ ജോയിച്ചായ? ഭയങ്കര വാശിയാ ഇപ്പോ. പണ്ട് ചെയ്ത സകല പണിയും ഇപ്പൊ ഒറ്റ കൈവച്ച് ചെയ്യാൻ നോക്കുക. ആ ചെയ്യും. ഒരു കൈ ഉള്ളെന്ന് വെച്ച് ആരും എന്നെ മൂലക്കിരുത്തണ്ട. വേറെന്തൊക്കെയാ ചോദിച്ചായ വിശേഷം? ഒത്തിരി നാളായില്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? നേരാ, ജീവിക്കണോ മരിക്കണോ എന്നറിയാതെ നടക്കുകയായിരുന്നു പങ്കി ഞാനും. ആരെയും കാണാൻ വയ്യ, സംസാരിക്കാൻ വയ്യ, കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. ഇന്ന് അതിനൊരു മാറ്റം ഉണ്ടായത്. ഞാനും പങ്കിയും കൂടി ഒരു കാര്യം തീരുമാനിച്ചു. അത് നിങ്ങളോട് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്താ ജോയിച്ചായ? ദൈവം വെച്ച് നീട്ടിയ ജീവൻ വെറുതെ കളയുന്നതിലും നല്ലതല്ലയോ ആ ജീവൻ വെച്ച് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ സഹായിക്കുന്നത്? ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ചത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. എന്നിട്ട് എന്നാ കിട്ടി? കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രം. ഇനി ഞാനും പങ്കിയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പോവാ ചിന്നു. കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുക ഞങ്ങൾ. അതിന് ഏറ്റവും നല്ല സ്ഥലം ഇതാണെന്ന് ഞങ്ങൾക്ക് തോന്നി. പണം കൊണ്ടല്ല, ശരീരം കൊണ്ട് സഹായിക്കും. അതിപ്പം പെട്ടെന്ന് അങ്ങനെ പറ്റുമോ ചോദിച്ചേ? പറ്റും. മുന്നിട്ടിറങ്ങാൻ 2 ആളുണ്ടെങ്കിൽ എന്തോ ഇവിടെ നടക്കാത്തെ? ഒരു സംഘടന ഉണ്ടാക്കണം ജോയിച്ചായ. അതിന്റെ പേരിൽ വേണം സഹായം ചെയ്യാൻ. ഇവിടെയും പുഴക്കരയൊക്കെ ഒത്തിരി രോഗികളുണ്ട്. വയസ്സായ പിന്നെ മക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുണ്ട്. അവർക്കൊരു കൈസഹായം കൊടുക്കാന്ന് വെച്ചാ വലിയ കാര്യം തന്നെയാ. അതിനൊക്കെ കാശ് വേണ്ട ചിന്നു? വേണം. സംഘടനയുടെ പേരിൽ നമ്മൾ നാട്ടിലിറങ്ങി പിരിക്കണം. ജോയിച്ചാനും പങ്കിയാൻറ്റി അതിനുവേണ്ടി ഇറങ്ങിയ കാശൊക്കെ ആവശ്യത്തിലേറെ കിട്ടും. കരിമനി ഇവരോടൊപ്പം കൂടണമെന്നാ എന്റെ ആശ. ഓ പിന്നെന്താ, ഞാൻ ഉണ്ട് ചോദിച്ചേ. മക്കളെ, പുഴയെന്ന് മലവെള്ളം പൊന്തി അക്കരയെന്ന് വന്ന തോണി മുങ്ങി 5-6 പേര് ഒലിച്ചു പോയിരിക്കണ ചിന്നു. ഈശ്വര, രാവിലെ കാറും കോളും വന്ന് പോയപ്പോഴേ ഞാൻ കരുതിയതാ ചിലപ്പോ ചെതലിമലയിൽ മഴ പെയ്ത് കാണുമെന്ന്. ആ വെള്ളമായിരിക്കും പെട്ടെന്ന് ഇങ്ങോട്ട് അരിച്ചു വന്നത്. അക്കര മാടൻ കോവിലിന് വിശേഷ പൂജ ഉള്ളത് കൊണ്ട് തോണിയിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. കർത്താവേ,
എന്റെ പങ്കി എന്താ? പങ്കിയാന്റെ മാടങ്കോവില് പോയിരുന്നു. എന്റെ വലങ്കാളി, ഒലിച്ചുപോയ കൂട്ടത്തില് 2 പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നെന്നാ നീന്തി കയറിയ തോണിക്കാരൻ പറഞ്ഞത്. മാതാവേ, എന്റെ പങ്കി. വരുമ